കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീക്സൺ സിംഗ് ധനോജൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇനി അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറയണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജീക്സൺ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൻ്റെ പേരിൽ ജീക്സണെതിരെ വാളോങ്ങുന്ന കുറേ ആളുകളുണ്ട്. എനിക്കതൊന്നും വിശ്വസിക്കാൻ തീരെ താല്പര്യമില്ലടോ. ഇപ്പം മിഖായൽ സ്റ്റഹറ ജീക്സൺ സിംഗ് തനോജത്തിൽ തൽപരനായിരുന്നു. കോച്ചിൻ്റെ ഫിലോസഫിയിൽ ജീക്സണും താല്പര്യം ഉണ്ടായിരുന്നു. സ്പോർട്ടിംഗ് പ്രൊജക്റ്റിലും കാര്യത്തിലുമൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ജീക്സണിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷന് ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ വെച്ചിരുന്നെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് വെക്കുന്ന എമൗണ്ടിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ആള് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമ്പം അങ്ങനെ വെറുതെ പോകാറില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചിട്ടാണ് ജീക്സനെ വിടുന്നതെന്നാണ് അറിയുന്നത്. ഏകദേശം 3 കോടിക്ക് അടുത്ത് നിൽക്കുന്ന ഒരു ഫിഗറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്സനെ ഈസ്റ്റ് ബംഗാളിലേക്ക് വിടാൻ വേണ്ടി വാങ്ങിച്ചത് എന്നും അറിയുന്നുണ്ട്. ജീക്സൺ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമ്പം ജീക്സണ് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവനെ വിടാതെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബിസിനസ് നടത്താതെ മറ്റെന്താണ് മാർഗം എന്നൊക്കെ വളരെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ജീക്സനെ പോലെ ഒരു താരത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് ഈ മാനേജ്മെന്റിന്റെ വീഴ്ച തന്നെയാണ് എന്നുള്ള സത്യം കൂടി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. എനിക്കെതിരെ പൊങ്കാല ഇട്ടാൽ പോലും മാനേജ്മെന്റിന്റെ വീഴ്ച തന്നെയാണ് ജീക്സനെ പോലെ ഒരു താരത്തിനെ പിടിച്ചു നിർത്താൻ കഴിയാത്തത്. അതിനി എത്രയൊക്കെ പറഞ്ഞ് താരത്തിനെ ബ്ലെയിം ചെയ്താൽ പോലും അത്രേ ഉള്ളൂ.